ഹലോസ് വെൽക്കം ടു ഈഗിൾ ലേണിംഗ് ആപ്പ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിങ് എത്താറായല്ലേ? ഓണം എക്സാം കഴിഞ്ഞു, ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം വന്നു. പക്ഷെ വിഷമിക്കരുത്, നമുക്ക് നന്നായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമും പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇനി ഓൺ എക്സാമിന് പഠിച്ച ചാപ്റ്റേഴ്സ് ഇതിന് വീണ്ടും പഠിക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് എൻ്റെ മക്കൾക്ക് ഉണ്ടാകും. അപ്പൊ ആ ഡൗട്ട്സിന്റെ ഒക്കെ ആൻസേഴ്സ് ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളാം. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാൻ, നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ഓൺ എക്സാമിന്റെ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഓൺ എക്സാമിന് ആകെ 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് ഇനി ക്രിസ്മസ് എക്സാമിന് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം. ഒന്ന് റിവൈസ് ചെയ്തിട്ടേ മക്കളെ പോകാൻ പാടുള്ളൂ. കാരണം ആകെ 2 ചാപ്റ്ററുള്ളൂ. ഒന്ന് ആ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ 1 മാർക്കിന് അതേപോലെ 3 മാർക്കിന് വരെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ 2 ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിസ് ഇവിടെ 2023, 2022, 2019 ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുന്നേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക്കിനെ കുറിച്ചൊന്ന് പറയാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് സെക്ഷനിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ സെക്ഷനിലാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ആൻഡ് മൂന്നാമത്തെ സെക്ഷനിലാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, 1 മാർക്കിന് നമുക്ക് 4 ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിലാകെ 3 ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇനി 2 മാർക്കിന്റെ കേസ് ആണെങ്കിൽ അതിൽ 5 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ ആകെ 4 ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, 3 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. നമുക്കറിയാം 20 മാർക്സ് ആണ് നമ്മളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം, ഒന്ന് റിവൈസ് ചെയ്യണം. ഇവിടെ കണ്ടോളൂ നിങ്ങൾ 2023, 22, 19. ഓക്കെ, 2019 ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനലിറ്റിക്സ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഈ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സിന് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? 2023, അതായത് കഴിഞ്ഞ വർഷം 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നഷ്ടപ്പെടുത്താന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കിന് നല്ലൊരു ഇടിവാണ് സംഭവിക്കുന്നത്. ഇനി അതേപോലെ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും അതായത് 2022 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ 2 ചാപ്റ്റേഴ്സൊന്നും. അപ്പൊ ആ 2 ചാപ്റ്റേഴ്സും പാടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഒഴിവാക്കി, ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസിനേക്കാളും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണ്ട എന്ന് മാത്രമേ മിസ് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാ പോർഷൻസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് രാസമാറ്റങ്ങൾ, മെറ്റൽസ് ലോഹങ്ങൾ, സൊല്യൂഷൻസ് ആൻഡ് വാട്ടർ, ഇതാണ് സിലബസ് പ്രകാരമുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ്. അപ്പൊ ഈ ഒരു പോർഷൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് അനലൈസ് ചെയ്തപ്പം മിസ്സിന് മനസ്സിലായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ. ഈവന്മാര് 2 പേരും ആരൊക്കെയാണ്? കെമിക്കൽ ചേഞ്ചസ് പഠിക്കണം ആൻഡ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ പഠിക്കണം ആൻഡ് സൊല്യൂഷൻസ് അഥവാ ലായനികൾ. ഇവന്മാരെ 3 പേരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. കാരണമുണ്ട്. നോക്കുക, നിങ്ങൾ 2023, 22, 2019 ഇത്രയും കൊല്ലത്തില് 1 മാർക്കിന്, 2 മാർക്കിന്, 3 മാർക്കിന് എല്ലാ സെക്ഷനിൽ നിന്നും നമുക്ക് ഈ ഒരു ചോദ്യം കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. വേണ്ട, നിങ്ങൾ ഇത് തന്നെ നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഓരോ മാർക്കിനും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽ ചേഞ്ചസിന്റെ കാര്യം എടുത്ത് നോക്കാം മക്കളെ. 2023 കെമിക്കൽ ചേഞ്ചസിന് 1 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസും 3 മാർക്കിന് 1 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ക്ലിയർ? ഇനി 2022 കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2022 കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 1 മാർക്കിന് 1 ക്വസ്റ്റ്യനും 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസും 3 മാർക്കിന് 1 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി 2019 ഇതേ ചാപ്റ്ററിൽ 1 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ്, 2 വൺ വേർഡ്സ് ചോദിച്ചു. ആൻഡ് 2 മാർക്കിന് 1 ക്വസ്റ്റ്യനും 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ദാറ്റ് ഈസ് ഒരു സെക്ഷനിൽ തന്നെ 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാം. ഓക്കെ, ഇനി മെറ്റൽസിലേക്ക് വരികയാണെങ്കിൽ, ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ 2023 1 മാർക്കിന് 1 ക്വസ്റ്റ്യൻ, 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആൻഡ് 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു 10 to 11 12 മാർക്കോളം നമ്മുടെ ഇത്രയും ചാപ്റ്റേഴ്സും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം എന്നുള്ള തെളിവാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി 2022 കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2022 1 മാർക്കിന് 2 ചോദ്യങ്ങളാണ് നമ്മുടെ മെറ്റൽസിന് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 2 മാർക്കിന് 1 ചോദ്യവും 3 മാർക്കിന് 2 ചോദ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. 2019 അതേപോലെ 1 മാർക്കിന് 1 ചോദ്യം, 2 മാർക്കിന് 2 ചോദ്യങ്ങൾ ആൻഡ് 3 മാർക്കിന് 1 ചോദ്യം. ഇതേ കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ സൊല്യൂഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ മിസ് പറയുന്നത് ഏറ്റവും സ്ട്രെസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇവന്മാരെ 3 പേരെയാണ്: കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ് ആൻഡ് സൊല്യൂഷൻസ്. ഇനി നമ്മുടെ വാട്ടറിന്റെ കേസ്, ജലത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സിലബസ് പ്രകാരം ജലവും കൂടി, ജലത്തിന്റെ ഫസ്റ്റ് പാർട്ടും കൂടി നമ്മുടെ എക്സാമിനുണ്ട്. പക്ഷേ മിസ് എടുത്ത 3 ക്വസ്റ്റ്യൻസിലും ജലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ ഇനി നമുക്ക് വരാനുള്ള ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ജലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് 100% പറയാൻ കഴിയില്ല. സിലബസ് പ്രകാരം ജലം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഉള്ളതാണ് എക്സാമിന്. ദർഫോർ നമ്മളത് പഠിച്ചേ മതിയാകത്തുള്ളൂ. അപ്പൊ ജലത്തിന്റെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എത്രമാത്രം പഠിക്കാനാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്രയും വരെ ഭാഗങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകുക. ഏകളിൽ നിന്നും ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയൊന്നുമില്ല, മിസ് അങ്ങനെ പറയുന്നില്ല. ജലം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. മാർക്കിന്റെ കാര്യമായാലും ചാപ്റ്റേഴ്സിന്റെ കാര്യമായാലും മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.